ബഡ്ജറ്റിന് അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് നമുക്ക് നോക്കാം. അവന്റെ മുഖത്തിന്റെ കോലം കുറച്ചധികം മോശമായതുകൊണ്ട് തന്നെ നമ്മൾ ബേസിലൊന്നും ഇട്ടില്ലെങ്കിൽ ഭയങ്കര മോശമായിരിക്കും നമ്മളെ കാണാം. നമ്മളെ കുഴിഞ്ഞ കണ്ണുകളും പാടുകളൊക്കെ കാണും. പക്ഷേ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബേസ് അത്ര മോശമായിട്ട് തോന്നത്തില്ല. നിങ്ങൾക്ക് കാണണം, ഞാൻ കാണിച്ചാൽ. ഒരു ലിപ്സ്റ്റിക് എടുക്കുക, ഏത് ലിപ്സ്റ്റിക് എടുത്താലും മതി. അത് കുറച്ച് കണ്ണിന്റെ മണ്ടയിൽ കുറച്ചാക്കി കൊടുക്കാം, ഒരു ചുവന്ന ഷെയ്ഡ് കിട്ടാൻ വേണ്ടി മാത്രം. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കാജൽ എടുക്കാം, എന്നിട്ട് ജസ്റ്റ് ഇതിന്റെ മണ്ടയിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഞാൻ തേച്ച് കൊടുക്കാം. ഇപ്പൊ ഇങ്ങനെ കിട്ടും. ഓ, കരിഞ്ഞ കണ്ണുകളായല്ലേ, ട്രസ്റ്റ് ദ പ്രോസസ്. ഭയങ്കര ഡാർക്ക് ആയി പോയെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലിപ്സ്റ്റിക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ കാജലെടുത്ത് കണ്ണിന്റെ അടിയിൽ നന്നായിട്ട് വരച്ചു കൊടുക്കുക. ഈ കരി തന്നെ മണ്ടിലും കൂടെ വരച്ചു കൊടുക്കുക. ഇഷ്ടമുള്ള ഒരു ഐലൻഡർ എടുക്കുക. എന്ത് ഐലൻഡർ ആണെങ്കിൽ ഉണങ്ങി തേഞ്ഞിരിക്കുക. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ഐലൻഡർ ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. നിങ്ങൾ വരയ്ക്കുമ്പോൾ കണ്ണ് കുറച്ചും കൂടെ വൃത്തിക്ക് വരച്ചു കൊടുക്കുക. എന്റെ ഐലൻഡർ ഉണങ്ങിപ്പോയി. ഇനി വീണ്ടും നിങ്ങൾ ലിപ്സ്റ്റിക് എടുക്കുക. സൺസ്ക്രീമോ ഫേസിലിടുന്ന ഏതെങ്കിലും ഒരു ക്രീം എടുക്കുക. എന്നിട്ട് ഈ ലിപ്സ്റ്റിക്കുമായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ ബ്ലഷ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇനി അഫ്കോഴ്സ് ലിപ്സ്റ്റിക് ഇടണം. അപ്പൊ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് മേക്കപ്പ് ചെയ്ത് പഠിക്കാം. അതിനുശേഷം നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം. നിങ്ങൾ മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ സുന്ദരിയാണ്, പക്ഷേ കുറച്ചൊക്കെ മേക്കപ്പ് ചെയ്താൽ കുറച്ചും കൂടി സുന്ദരിയാവും. അപ്പൊ ഇനി അടുത്തത് 500 റുപ്പീസിന്റെ അണ്ടറിൽ ഏതെങ്കിലും മേക്കപ്പ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലായിട്ടുള്ള മേക്കപ്പ് ചെയ്യാം. ഓക്കെ.